ഹലോ കൂട്ടുകാരെ, വളരെ ടേസ്റ്റി ആയിട്ടും വളരെ വെറൈറ്റി ആയിട്ടുള്ളൊരു റൈസ് ഐറ്റമാണ് കേട്ടോ. നമ്മുടെ പാലക്ക് കോൺ റൈസാണ് ഇന്ന് തയ്യാറാക്കുന്നത്. അപ്പോൾ അതെങ്ങനെയാണ് തയ്യാറാക്കേണ്ടത് നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം. അപ്പോൾ അതിനായിട്ടൊരു പാൻ ചൂടാക്കാൻ വേണ്ടി വയ്ക്കുക. അതിനകത്തേക്ക് സൺഫ്ലവർ ഓയിലാണ് കേട്ടോ ഞാൻ ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് വെളിച്ചെണ്ണ വേണമെങ്കിൽ വെളിച്ചെണ്ണ ഒഴിച്ച് കൊടുക്കുക കേട്ടോ. അപ്പോൾ ഒരു രണ്ടര ടീസ്പൂൺ സൺഫ്ലവർ ഓയിൽ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ ചെറിയ ജീരകം ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ അതിനകത്തേക്ക് ഇഞ്ചി ചെറുതായിട്ട് കൊത്തി അരിഞ്ഞതും പച്ചമുളക് അരിഞ്ഞതും ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊക്കെ ഒന്ന് വഴറ്റിയെടുക്കുക. എണ്ണയിൽ വഴറ്റിയെടുത്തതിന് ശേഷം നമ്മൾ അതിനകത്തേക്ക് ചേർത്ത് കൊടുക്കുന്നത് നമ്മൾ സ്വീറ്റ് കോൺ ആണ് കേട്ടോ ഇവിടെ ചേർക്കുന്നത്. സ്വീറ്റ് കോൺ ആണ് ഇതിന് നല്ല ടേസ്റ്റി ആയിട്ടുള്ളത്. അപ്പോൾ സ്വീറ്റ് കോൺ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്തതിന് ശേഷം അതിങ്ങനെ അടർത്തിയെടുത്താണ് കേട്ടോ. അതും കൂടി ചേർത്ത് ഓവറായിട്ട് നിങ്ങൾ വേവിച്ചെടുക്കണം. ജസ്റ്റ് ഒന്ന് ആവി കയറ്റുമ്പോൾ നമ്മളടുത്തൊന്ന് പെട്ടെന്ന് തന്നെ അടന്ന് വരും. അതിന് വേണ്ടിയാണ് കേട്ടോ അങ്ങനെ എടുക്കുന്നത്. അതൊരു അര കപ്പ് അതും കൂടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതൊന്ന് ചേർത്ത് കൊടുത്ത് നമ്മുടെ എണ്ണയിലൊക്കെ ഒന്ന് വഴറ്റിയെടുക്കണം. വഴറ്റിയെടുത്ത് ഒന്ന് മൂത്ത് നല്ലപോലെ ഒരു ചെറിയ മൊരിഞ്ഞൊരിത് വരും. ആ ഒരു സമയം വരെ നമ്മളൊന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. വളരെ ടേസ്റ്റിയാണ് കേട്ടോ അങ്ങനെ എണ്ണയിലൊന്ന് മൂപ്പിച്ചെടുക്കുമ്പോൾ. അതിനകത്തേക്ക് ഒരു അര ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ചേർത്ത് കൊടുക്കുക. പിന്നെ ചേർത്ത് കൊടുക്കുന്നത് സാമ്പാർ പൊടിയാണ് കേട്ടോ. 1.5 ടീസ്പൂൺ സാമ്പാർ പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. അതിനുശേഷം അതിനകത്തേക്ക് അരിഞ്ഞു വെച്ചിരിക്കുന്ന പാലക്കിൻ്റെ ഇല, അതൊരു അരക്കപ്പ് പാലക്കിൻ്റെ ഇല ഉണ്ട് കേട്ടോ. അതിനകത്തേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുക്കുക. നമ്മുടെ പാലക്കൊക്കെ ഒന്ന് പെട്ടെന്ന് വെന്ത് കിട്ടുവേ. എണ്ണയിലിട്ട് വഴറ്റി ഒന്ന് ആവി കയറ്റിയാൽ തന്നെ നമ്മുടെ പാലക്കൊക്കെ വെന്ത് കിട്ടും കേട്ടോ. പെട്ടെന്ന് തന്നെ തയ്യാറാക്കി എടുക്കാവുന്നതാണ്. അപ്പോൾ സാമ്പാർ പൊടി ചേർക്കുമ്പോൾ ഇതിനെന്താ ഒരു സാമ്പാറിൻ്റെ ഇതിട്ട് വരുമെന്നൊന്നും വിചാരിക്കേണ്ട. ഒരു വെറൈറ്റി ടേസ്റ്റ് ആയിരിക്കും. ആർക്കും മനസ്സിലാകത്തില്ല സാമ്പാർ പൊടിയാണ് ചേർത്തിരിക്കുന്നതെന്ന്. അപ്പോൾ അതൊക്കെ ഒന്ന് വഴറ്റിയെടുത്തതിന് ശേഷം അതിനകത്തേക്ക് നമ്മൾ വേവിച്ച് വെച്ചിരിക്കുന്ന ചോറും കൂടി ചേർത്ത് കൊടുക്കും. ഞാനിവിടെ ബസ്മതി റൈസാണ് കേട്ടോ ചേർത്ത് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടാനുസരണം നിങ്ങളുടെ കയ്യിൽ ഏതാണോ അരി ചേർക്കാൻ ഇഷ്ടമുള്ളൂ അത് ചേർത്ത് കൊടുക്കാം കേട്ടോ. അതും കൂടി ചേർത്ത് നല്ലതുപോലെ ഒന്ന് വഴറ്റിയെടുത്ത് കഴിയുമ്പോൾ നമ്മുടെ പാലക് കോൺ റൈസ് ഇവിടെ റെഡി ആയിട്ടുണ്ട്. സ്വീറ്റ് കോൺ റൈസ്. അപ്പോൾ വളരെ ടേസ്റ്റിയാണ് കേട്ടോ തയ്യാറാക്കാൻ. കുട്ടികൾക്കൊക്കെ വളരെ ഇഷ്ടപ്പെടും, വലിയവർക്കും അതുപോലെ തന്നെ വെറൈറ്റി ആയിട്ടുള്ളൊരു ടേസ്റ്റാണ്. എപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണേ. പാലക്കിൻ്റെ ഇലയൊക്കെ നമ്മുടെ നാട്ടിൽ ഇപ്പോൾ അവൈലബിൾ ആണ് കേട്ടോ. സ്വീറ്റ് കോണും അവൈലബിൾ ആണ്. അപ്പോൾ കിട്ടുമ്പോൾ ഒരു തവണയെങ്കിലും ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കാം. ഏതെങ്കിലും ഒരു സാധനം വെച്ചിട്ട് സ്വീറ്റ് കോൺ അല്ലെങ്കിൽ പാലക്ക് മാത്രമായിട്ടും ട്രൈ ചെയ്ത് നോക്കണേ. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിയിട്ട് ഫീഡ്ബാക്ക് ഇടാൻ മറക്കരുത്. അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വരുന്നവരെ താങ്ക്സ് ഫോർ വാച്ചിങ്. താങ്ക് യു. ബൈ.